നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി ആത്മവിശ്വാസവും ആർജിക്കുവാൻ ഇടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികൾ പറയുന്ന പല കാര്യങ്ങളും സയുക്തികം ചിന്തിച്ച് പ്രവർത്തിക്കുവാനും ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാനുമുള്ള സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ ഒരു വർഷത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ചുമതലകളിൽ നിന്നും പരമാവധി പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. 1-2 ദിവസം അത് അവധിയെടുത്തും കൊണ്ട് മക്കളുടെ ആവശ്യങ്ങൾക്കായിട്ട് യാത്രകൾ വേണ്ടിവരും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അവിചാരിതമായിട്ട് ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിലോ അന്യദേശത്തോ താമസിക്കുന്ന പലർക്കും അന്തിമ നിമിഷത്തിൽ അവധി ലഭിച്ചതിനാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ജന്മനാട്ടിൽ വന്നു ചേരുവാനും അഥവാ വന്നു പോകുവാനും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 1-2 മാസമായിട്ട് ചില അനുകൂലമായിട്ടുള്ള അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുകയും ഇനി മുതൽ മുൻപുണ്ടായിരുന്ന പോലെ അബദ്ധങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും കൊണ്ടും ഇതിനെല്ലാം ഉപരിയായിട്ട് സ്വന്തം ദൃഷ്ടിപഥത്തിലുള്ളതും സ്വന്തം മേൽനോട്ടത്തിലുള്ളതും ആശയവിനിമയങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കാനും അവസരം ഉണ്ടാകും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ ആത്മവിശ്വാസത്തോടുകൂടി എഴുതുവാൻ സാധിക്കുന്നതിനാൽ ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരമുണ്ടാകും. നിരപരാധിത്വം തെളിയിക്കുന്നത് വഴി ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടാകും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലിയുടെ അവസരമുണ്ടാകും. എന്നാൽ ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ 3 മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. അനുഭവയോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി എല്ലാ മേഖലകളിലും വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുകയും ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവോടുകൂടിയതായിട്ടുള്ള അന്വേഷണങ്ങൾ അവസരങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിൽ അവസരം വന്ന് ചേരും. വികസിത രാഷ്ട്രത്തിൽ നിന്നും കഴിഞ്ഞ 1 വർഷമായിട്ട് തിരിച്ചു വന്ന പലർക്കും, അതായത് 2025 ആദ്യത്തിൽ തിരിച്ചു വന്ന പലർക്കും തിരികെ പോകുവാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാവും. മുമ്പുണ്ടായിരുന്ന മേലധികാരികളുടെ പ്രത്യേക അന്വേഷണത്തിലും അവിടെ പോയി ആദ്യ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള അവസരത്തിന് പരിശ്രമിക്കുവാനും യാത്രയ്ക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. ഭരണ സംവിധാനത്തിൽ പുതിയ ആവിഷ്കരണ ശൈലി ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും മിക്കവർക്കും പരിശീലനം നൽകുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പരസ്പര വിരുദ്ധമായുള്ള ആശയങ്ങൾ പല ഭാഗത്തു നിന്നും വന്ന് ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കാനിട വരും. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നത് വഴി അർഹമായിട്ടുള്ള ഭൂമി സ്വത്ത് ലഭിക്കുവാനും രേഖാപരമായി ലഭിക്കുവാനും ഇടയുണ്ട്. സ്ഥാപനത്തിൻ്റെ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള തസ്തികകളിൽ അതതിന് യുക്തമായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുന്നത് വഴി
വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടും പ്രാവർത്തികമാക്കിക്കൊണ്ടും ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. വിശിഷ്ട വസ്തുക്കൾ ദാനധർമ്മങ്ങളായിട്ട് വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും പ്രത്യുപകാരം ചെയ്യുവാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാകുവാനിടയുണ്ട്. 2027 പൂർത്തീകരിക്കുന്ന പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. പല വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുവാനും ഇനി മുതൽ വ്യായാമം സ്ഥിരമായിട്ട് 2 നേരവും ചെയ്യുക എന്ന സങ്കല്പത്തോടു കൂടി തന്നെ പ്രാണായാമം, യോഗ എന്നിവയുടെ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ ഇടവരും. സമാന ചിന്താഗതിയുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുന്നത് വഴി പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ദീർഘകാല ഹ്രസ്വകാല വിളകൾ രണ്ടും കൂടി സമ്മിശ്രമായിട്ടുള്ള ചെയ്യുന്ന കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുന്നത് വഴി പലരുടെയും ഭൂമി പാട്ടത്തിനെടുക്കുവാനുള്ള പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഏകാഭിപ്രായത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതി സമർപ്പണത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തീരുകയില്ലയോ എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവായി പ്രതീക്ഷിച്ചതിലുപരി കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഗുരുതുല്യരായവരുടെ അനുഗ്രഹാശിസ്സുകളാൽ ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഉദ്ദേശിച്ച പോലെ എഴുതുവാൻ സാധിക്കുകയും മിക്ക വിദ്യാർത്ഥികൾക്കും വളരെ ആശ്വാസത്തോടുകൂടി കൃത്യമായുള്ള രീതിയിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണമുള്ള ആശ്വാസമുണ്ടാകുന്നത് വഴി ഒരുപക്ഷെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാനും ആശ്വാസത്തിനും യോഗമുണ്ട്. കഴിഞ്ഞ വർഷം സമയബന്ധിതമായിട്ട് ഏറ്റെടുത്ത പല കാര്യങ്ങളും പൂർത്തീകരിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജോലിക്കാരുടെ അഭാവമായിരിക്കാം, അനുഭവജ്ഞാനമുള്ളവരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും മേലധികാരി വളരെ ഊർജ്ജസ്വലതയോടുകൂടിയും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ഉദ്യോഗസ്ഥർ മേലധികാരിയായി വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും മേലധികാരികളും ഉടമസ്ഥരും ഉദ്ദേശിക്കുന്ന തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനുമുള്ള അവസരമുണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. ബൃഹത് പദ്ധതികൾ കഴിഞ്ഞ വർഷമൊക്കെ പലതും ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ 1-2 മാസമായിട്ട് ബൃഹത് പദ്ധതികൾ ഏറ്റെടുത്താലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കരാർ ജോലികളായിരിക്കാം, മറ്റ് ചില ജോലികൾ സുഹൃത്തുക്കൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള ജോലികളായിരിക്കാം. എന്തായാലും ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാനുള്ള അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. സുഹൃത്തുക്കളുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ ജനുവരിയിൽ ലഭിക്കേണ്ടതായുള്ള സ്ഥാനക്കയറ്റം മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള വർധനയോടുകൂടി തന്നെ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് 1-2 മാസം ദൂരദേശവാസം വേണ്ടിവരും. എങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും നിലവിലുള്ള രാജ്യത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവുകളെ കൊണ്ട് നീക്കിയിരുപ്പ് കുറയുക, ജീവിത പങ്കാളിക്ക് ജോലി നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാതെ വരിക, ഇങ്ങനെ പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങളെ കൊണ്ടും ചിലർ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കാൻ തീരുമാനിക്കും. മറ്റു ചിലർ സകുടുംബം മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഏറെക്കുറെ തൃപ്തിയായത് ലഭിക്കുന്നത് വഴി സകുടുംബം മാറി താമസിക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വിശിഷ്ട വ്യക്തികളെ കാണുവാനും പരിചയപ്പെടുവാനുമുള്ള അവസരമുണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. വസ്തുതർക്കത്തിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നത് നന്നായിരിക്കും.
അഴിമതി ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകുന്നത് വഴി ആ നിലവിലുള്ള തസ്തികയിൽ തന്നെ തുടരുവാനുള്ള ഒരു അനുമതി ലഭിക്കുവാനും ഒരുപക്ഷെ നിയമസഹായത്തോടു കൂടി തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും ജോലി നഷ്ടപ്പെടാതിരിക്കുക, വരുമാന മാർഗമുണ്ടാവുക, നിത്യച്ചെലവിന് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക എന്നതിൻ്റെ വെളിച്ചത്തിൽ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും സ്വീകരിക്കാൻ തന്നെ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. മക്കൾ വാങ്ങിയതായിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുവാനിട വരും. ഒരുപക്ഷെ ഈ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അന്യനാട്ടിലേക്കോ വികസിത രാഷ്ട്രത്തിലേക്കോ ഓഗസ്റ്റ് മാസത്തിലേക്ക് പോകുവാനായിട്ട് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് വേണ്ടപ്പെട്ടവരെ കണ്ടെത്തുവാനും ഒരുപക്ഷെ മിക്ക എല്ലാ ഞായറാഴ്ചകളിലും പിന്നീട് 1-2 ദിവസങ്ങളിൽ ഓൺലൈനായിട്ട് പഠിക്കാൻ തക്കവണ്ണമുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വിഭാവനം ചെയ്ത കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാനും ആശയവിനിമയങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ വേണ്ടപ്പെട്ടവർക്ക് നൽകുവാനും ഇടവരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. കാർഷികമായുള്ള വിളവെടുപ്പ് അനുകൂലമായി തീരുന്നത് വഴി ഇനി ഈ മേഖല പിന്തുടരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്മാറി വ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി ഉദ്ധരിക്കുവാനുള്ള അവസരത്തെ ഒരുപക്ഷെ ഈ 2027 ജൂൺ വരെ, അതായത് ഒരു വർഷത്ത് വരെ പണം മുതൽ മുടക്കുകയും ഒരു വർഷത്തിന് ശേഷം പിന്നീട് അനുഭവങ്ങൾ അല്ലെങ്കിൽ ലാഭം ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ദിശാബദ്ധതയോടുകൂടി അതിന് തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും സുഹൃത്തുക്കളുമായിട്ട് തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിന് ഇനി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ വളരെ ലോക്യത്തോടു കൂടി തന്നെ പണം ലഭിച്ചില്ലെങ്കിൽ പോലും പിന്മാറുവാനുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ അഥവാ വിസ്തൃതിയുള്ള മറ്റു ഗൃഹത്തിലേക്ക് മാറി താമസിക്കാനോ യോഗം കാണുന്നുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾക്ക് കൃത്യമായിട്ടുള്ള യുക്തിപൂർവ്വം നിർദ്ദേശങ്ങൾ നൽകുവാനിട വരും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും ഇടയുണ്ട്. കഫ, നീർദോഷ, പകർച്ചവ്യാധികളിൽ നിന്നും പകർച്ചവ്യാധികൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ 3-4 ദിവസം അവധിയെടുക്കുവാനിടയുണ്ട്. എന്നാൽ ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ ജോലികളെല്ലാം തന്നെ ഒരു പക്ഷേ ഗൃഹത്തിലിരുന്ന് ചെയ്യാൻ തക്കവണ്ണമുള്ള അവസരം ആശ്വാസത്തിന് വഴിയൊരുക്കുവാനും ഇടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആത്മാർത്ഥ സുഹൃത്തുക്കളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും ഇടയുണ്ട്. ലക്ഷ്യബോധത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. പലപ്പോഴും നിർണായകമായിട്ടുള്ള പല ആവശ്യങ്ങളും പല കാര്യങ്ങളും വന്നു ചേരുകയും എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വമുള്ള സമീപനം, സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം എന്നിവ സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ജോലി മാറ്റത്തിന് അപേക്ഷകൾ നൽകുവാനിട വരും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാവുക മാത്രമല്ല, ഈ ഒരു പ്രവൃത്തി പരിചയം ഭാവിയിലേക്ക് നിർണായകമായുള്ള വഴിത്തിരിവുകൾക്ക് വഴിയൊരുക്കുവാനും സാഹചര്യങ്ങളുണ്ടാകും. ഇതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ
ഈ ജൂലൈ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.